തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ മുതൽ കാണുന്നതാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നിലവാരം എന്താണെന്നുള്ളത്. അന്ന് ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാൻ അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിനെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ തക്കവിധം പ്രിൻസിപ്പലും സൂപ്രണ്ടും ചേർന്ന് നടത്തിയ പത്രസമ്മേളനവും, ആ പത്രസമ്മേളനത്തിൽ അവർ രണ്ടുപേരും ആരുടെയൊക്കെയോ നിർദ്ദേശങ്ങൾ പത്രസമ്മേളനത്തിനിടയ്ക്ക് കേൾക്കുന്നതും അതനുസരിച്ച് സംസാരിക്കുന്നതും ഒക്കെ കണ്ടതാണ്. അതായത് അവിടെയുള്ള ഒരു ഉപകരണം കണ്ടില്ല, കാണാനില്ല, അതിനകത്ത് ഒരു ബില്ല് കണ്ടു. ആ ബില്ലും ഒരു എന്താ പറയാ ഒരു രസീതും തിരിച്ചറിയാൻ പാടില്ലാത്ത ആളുകളാണ് അവരെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതാണ്. അപ്പൊ ആ രീതിയിലൊക്കെ ഏതെല്ലാം രീതിയിൽ തങ്ങളുടെ വളരെ അടുത്തൊരു സഹപ്രവർത്തകൻ, വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് അവർക്ക് പോലും സംശയമില്ലാത്ത ഒരാളെ കൊടുക്കാൻ അവർ ഏതറ്റം വരെ പോകുമെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഒഴിവാക്കാൻ വേണ്ടി തങ്ങൾ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഡോക്ടർ ഹാരിസിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോ ചാനലുകൾക്ക് മുമ്പിലോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ അതിനെടുക്കുന്ന ഒരു മുൻകരുതലാണ്. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം, പോരായ്മകളുണ്ടാവും, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇതൊന്നും നിങ്ങൾ സംസാരിക്കേണ്ടത് പൊതുസമൂഹത്തിനോടല്ല, പബ്ലിക് ഡൊമൈനല്ല, മറിച്ച് നിങ്ങൾ അതെല്ലാം വകുപ്പ് മേധാവികളെ അറിയിക്കുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് വകുപ്പ് മേധാവികളെ പലവട്ടം അറിയിച്ചിട്ടും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഒരു ഉപകരണം കിട്ടാതെ വന്ന് മനസ്സുമടുത്താണ്. വ്യവസ്ഥാപിത മാർഗങ്ങൾ എല്ലാം സ്വീകരിച്ചിട്ടും കാര്യങ്ങൾ നടക്കാതെ ഒരു ചെറുപ്പക്കാരന്, അതിവേദന അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സർജറി മാറ്റിവെക്കേണ്ടി വന്നതിലുള്ള മനോവിഷമാണ് ഡോക്ടർ ഹാരിസിനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് എഴുതാൻ പ്രേരിപ്പിച്ചത്. ആ കാര്യം മറന്നുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ അച്ചടക്കം മാത്രം നടന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ എന്താ പറയാ സർക്കാർ കാര്യം മുറ പോലെ നടന്നാലും നിങ്ങൾ അച്ചടക്കം പാലിക്കുക, അനുസരണയുള്ളവരാകുക, എന്നിട്ട് നിങ്ങൾ ജോലി ചെയ്യുക. ജോലിയിൽ ഇപ്പൊ കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല, കാര്യങ്ങൾ മോശമായാലും കുഴപ്പമില്ല. ആശുപത്രിയിൽ എത്തുന്ന പേഷ്യൻസിന് നല്ല ചികിത്സ കിട്ടിയില്ലെങ്കിലും സർജറികൾ മാറ്റിവെക്കേണ്ടി വന്നാലും ഒന്നും പ്രശ്നമില്ല. മറിച്ച് ഈ മെഡിക്കൽ കോളേജുമായിട്ടുള്ള വിവരങ്ങളൊന്നും പൊതുസമൂഹം അറിയാൻ പാടില്ല, അവിടെ ചർച്ചയാകാൻ പാടില്ല. നിങ്ങൾ ആത്യന്തികമായിട്ട് സർക്കാർ ജീവനക്കാരാണ്. അനുസരണ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ സ്വഭാവ ഗുണമായിട്ട് അനുസരണ ഉണ്ടാവേണ്ടവരാണ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇത് എന്ത് സംവിധാനമാണിത്? എന്ത് ജനാധിപത്യമാണിത്? ഏത് തരത്തിലാണ് നമ്മൾ ഈ കേരളം നമ്പർ 1 ആണെന്ന് അവകാശപ്പെടുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മൂടി വെച്ച് ഒരുതരം അച്ചടക്കത്തിന്റെ വാളെടുത്ത് ജീവനക്കാരെയും മേലധികാരികളെയും വകുപ്പ് മേധാവികളെയൊക്കെ ഭയപ്പെടുത്തി എല്ലാം ശരിയാണ്, ഒരു പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കുന്നതാണോ യഥാർത്ഥത്തിൽ സിസ്റ്റത്തെ ശരിപ്പെടുത്തുന്നതാണോ? ഏതാണ് പ്രധാനം? ഇവിടെ ഈ പ്രിൻസിപ്പലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ അല്ലെങ്കിൽ ഇപ്പൊ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളെ വിലയിരുത്തിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു കാര്യവും ജനങ്ങൾ അറിയാൻ പാടില്ല, ഒരു കാര്യവും പൊതുസമൂഹത്തിൽ ചർച്ചയാകാൻ പാടില്ല. എല്ലാം മൂടി വെച്ച് അവിടെ എന്താണോ ആ സംവിധാനമുള്ള ആ സംവിധാനത്തിന്റെ പരിമിതികൾക്കുള്ളിൽ, ഇല്ലായ്മകൾക്കുള്ളിൽ നിങ്ങൾ ജോലി ചെയ്യുക, നിങ്ങളുടെ ശമ്പളം മേടിക്കുക, വീട്ടിൽ പോവുക. അതിനപ്പുറത്തേക്ക് നന്നാക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ആരും ഏറ്റെടുക്കണ്ട. അതിനൊക്കെ വേറെ ആളുകളുണ്ട്, ആ നന്നാക്കുന്നിടത്തോളം മതി. നാണമുണ്ടോ ഇവർക്ക്? ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊരു ഇടതുപക്ഷ സർക്കാരിന് കീഴിലുള്ള ഒരു മേലുദ്യോഗസ്ഥനാണ്, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലാണ് ഈ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇപ്പൊ ഡോക്ടർ ലാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം തീട്ടൂരങ്ങളെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ് വിദ്യാർത്ഥികളായാലും ശരി, ഡോക്ടർമാരായാലും ശരി, വകുപ്പ് മേധാവികളായാലും ശരി, ഈ സിസ്റ്റത്തെ എടുക്കാൻ വേണ്ടി വേണ്ട സമയത്ത് വാ തുറക്കാനുള്ള ധൈര്യം കാണിച്ചാൽ ഒരാളെയൊക്കെ ആണെങ്കിൽ ഇവർക്ക് പേടിപ്പിച്ച് വരട്ടി നിർത്താം. പക്ഷെ ഒരു സമൂഹം മുഴുവൻ, ഈ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരും അതുപോലെ തന്നെ വകുപ്പ് മേധാവികളും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം അവിടുത്തെ പ്രശ്നങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കാതെ പൊതുസംവാദത്തിലേക്ക് അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിലേക്ക് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായല്ലോ. ഇവർക്ക് എല്ലാവരെയും ഹിംസിക്കാൻ പറ്റില്ലല്ലോ. ചെയ്യേണ്ടത് അതാണ്. ആരും ഈ പറഞ്ഞ തീട്ടൂരങ്ങൾ അനുസരിക്കാതിരിക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ തന്നെ കൊണ്ടുവരിക. ഇപ്പോഴാണെങ്കിൽ പഴയ പോലെയല്ല, മാധ്യമങ്ങളുടെ മുമ്പിലൊന്നും ചെല്ലണ്ട, സ്വന്തം സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ കാര്യങ്ങൾ വിശദീകരിച്ചാൽ മതി. അപ്പൊ ഈ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അച്ചടക്കം കൊണ്ട് കഴുത്ത് കണ്ടിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ തല കൊയ്യും എന്ന രീതിയിലുള്ള ഈ ഭീഷണിയൊക്കെ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രിൻസിപ്പലിനെ പോലുള്ള ആളുകളുടെ ഉള്ളിലിരിപ്പ് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. ഒരു സഹപ്രവർത്തകന് ഒരു ഉളുപ്പും ഇല്ലാതെ ക്രൂശിക്കാൻ ആർക്കൊക്കെയോ വേണ്ടി പിണിയാളുകളായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ പൊതുസമൂഹവും മാധ്യമവും ഒക്കെ അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ടത് മാത്രമാണ് സത്യസന്ധനായ ആ മനുഷ്യന്റെ ഔദ്യോഗിക ജീവിതം
മറ്റെന്തെങ്കിലുമൊക്കെ ആകാതെ പോയത്. ഒടുവിൽ അവർക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു. വളരെ കാഷ്വൽ ആയിട്ടുള്ള ചില അന്വേഷണങ്ങളിലൊക്കെ കാര്യങ്ങൾ ഒതുങ്ങിപ്പോയി. ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിച്ച് അവിടെ ഉള്ള ഉപകരണങ്ങൾ ഇല്ല എന്ന് സ്ഥാപിച്ച് വ്യാജ ബില്ല് വെച്ചു എന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഒരാളെ എങ്ങനെയൊക്കെ ക്രൂശിക്കാമോ, എങ്ങനെയൊക്കെ അയാളെ മാനസികമായി തകർക്കാമോ, ഒരു മനുഷ്യനെ എന്താ പറയാ മാനസികമായി പീഡിപ്പിച്ച് അങ്ങേരുടെ സമനില തെറ്റിച്ച് മാനസിക രോഗാസ്പത്രിയിൽ ചികിത്സയ്ക്ക് എത്തേണ്ട ഒരവസ്ഥയിലേക്ക് ഒരു നല്ല മനുഷ്യനെ എത്തിച്ച ഒരു പ്രിൻസിപ്പലാണ് ഇപ്പോൾ ഇരുന്ന് വേദവാക്യം പറയുന്നത്. നിങ്ങൾ അച്ചടക്കം പാലിക്കൂ, നിശബ്ദരാകൂ എന്നൊക്കെ പറയുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് അംഗീകരിച്ചാൽ ഈ പറഞ്ഞ മെഡിക്കൽ രംഗമായിട്ട് ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളുടെയും ആ സിസ്റ്റം ഇപ്പൊ തന്നെ തകർന്നിരിക്കുകയാണ്. ഇനി അത് പുറത്തുകൂടി വരാതിരുന്നാൽ ആ സിസ്റ്റം അതിന്റെ തകർച്ചയുടെ നെല്ലിപ്പടിയിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പൽ പറയുന്ന ഇത്തരം കാര്യങ്ങളെ ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് അതിനെ ശിരസാ വഹിക്കേണ്ട കാര്യം ആർക്കും ഇല്ല എന്നാണ് കൃത്യമായി പറയാനുള്ളത്. അങ്ങനെ അനുസരണയും വിധേയത്വം ഉള്ള ആളുകളായിട്ടാണ് ഡോക്ടർമാരും വിദ്യാർത്ഥികളും ജീവനക്കാരും ഒക്കെ പോകുന്നതെങ്കിൽ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നട്ടെല്ല് പണയം വെച്ച് ഈ ശമ്പളം വാങ്ങുന്ന ജോലി ചെയ്തിട്ടാണ്, അല്ലാതെ ഔദാര്യമല്ല, അതൊരു അവകാശമാണ്. ആ ജോലിയിലൂടെയാണ് പൊതുസമൂഹത്തിന് സേവനങ്ങൾ കിട്ടുന്നത്. അത് നന്നായി ചെയ്യുന്നതോടൊപ്പം ഈ ഇല്ലായ്മകളുണ്ടെങ്കിൽ അത് തുറന്നു പറയാനും അത് റെക്ടിഫൈ ചെയ്ത് കിട്ടാനുമുള്ള കൂട്ടായ്മയും സംഘ ശേഷിയും അതുപോലെ തന്നെ ആ സംഘബോധവും എല്ലാവരും പ്രകടിപ്പിക്കേണ്ടത് കേരള സമൂഹത്തിന് ആവശ്യമാണ്. ഈ കേരളം ആരോഗ്യരംഗത്ത് ഇതുവരെ നേടിയിട്ടുള്ള നേട്ടങ്ങൾ നിലനിർത്താനും അത്തരത്തിലുള്ള ഒരു തുറന്ന മനസ്സും കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു തന്റേടവും ഒരാർജവും ഏറ്റവും ആയിരിക്കുന്ന ഒരു ഘട്ടമാണിത്. അതുകൊണ്ട് ഇത്തരം വകുപ്പ് മേധാവികളുടെ തീട്ടൂരത്തെയൊക്കെ വലിച്ചെറിയ എന്നുള്ളതാണ് കരണീയമായിട്ടുള്ള കാര്യം. അതാണ് കാലം ആവശ്യപ്പെടുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.